എഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UK-യിൽ ബെർട്ട് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതിനിടെ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും 5 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെ വിഞ്ചസ്റ്ററിന് സമീപം A34 റോഡിൽ കാറിന് മുകളിൽ മരം വീണതിനെ തുടർന്ന് 60 വയസ്സ് പ്രായമുള്ള ഒരാൾ മരിച്ചതായി ഹാംപ്ഷയർ പോലീസ് പറഞ്ഞു. നോർത്ത് വെയിൽസിൽ മണ്ണിടിച്ചിലിൽ ഒരു വീട്ടിൽ നിന്ന് മുതിർന്ന 5 പേരെയും 5 കുട്ടികളെയും രക്ഷപ്പെടുത്തി. അയർലൻഡിൽ കൊടുങ്കാറ്റിന്റെ ആഘാതം കാരണം കുറഞ്ഞത് 11,000 വീടുകളിൽ വൈകുന്നേരം വൈദ്യുതി നിലച്ചു. ശനിയാഴ്ച 60,000 വീടുകളിലും കൃഷിയിടങ്ങളിലും ബിസിനസ്സുകളിലും കാലാവസ്ഥ കാരണം വൈദ്യുതി മുടങ്ങിയതായി ഇലക്ട്രിസിറ്റി കമ്പനിയായ ESB നെറ്റ്വർക്ക്സ് പറഞ്ഞു. മിഡ്ലാൻഡ്സ്, സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്, സൗത്ത് വെയിൽസ് എന്നിവിടങ്ങളിലെ വീടുകളിലേക്കും ബിസിനസ്സുകളിലേക്കും നേരിട്ട് ബന്ധിപ്പിക്കുന്ന നാഷണൽ ഗ്രിഡിന്റെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് 4,345 പ്രോപ്പർട്ടികളിൽ വൈദ്യുതി ഇല്ലാത്തതായി സ്ഥിരീകരിച്ചു. വെയിൽസിൽ മണിക്കൂറിൽ 82 മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശുകയും സ്റ്റാറ്റ്ഫോർഡ് ഷെയറിൽ 13 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയും വാരാന്ത്യത്തിന്റെ ആദ്യ ദിവസം രേഖപ്പെടുത്തിയതായി മെറ്റ് ഓഫീസ് വക്താവ് പറഞ്ഞു. ലണ്ടൻ, ഈസ്റ്റ് ആംഗ്ലിയ, ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ഹൾ, മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ മാത്രമാണ് നിലവിൽ കാലാവസ്ഥ മുന്നറിയിപ്പുകളൊന്നുമില്ലാത്ത UK-യുടെ ഭാഗങ്ങൾ. വാരാന്ത്യത്തിൽ ദ്രുതഗതിയിലുള്ള മഞ്ഞുരുകുന്നത് ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ജോലിയും പരിശീലന അവസരങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചാൽ യുവാക്കൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ക്ഷേമ ബിൽ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് കെൻഡിൽ BBC-യോടും സ്കൈ ന്യൂസിനോടും പറഞ്ഞു. ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്ന യുവാക്കളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പറയുന്നു. ചൊവ്വാഴ്ച അനാച്ഛാദനം ചെയ്യുന്ന പുതിയ നിർദ്ദേശങ്ങൾക്ക് കീഴിൽ യുവാക്കൾക്ക് സമ്പാദിക്കാനോ പഠിക്കാനോ സർക്കാർ അവസരം നൽകുമെന്ന് ലിസ് കെൻഡൽ BBC-യോട് പറഞ്ഞു. ഈ ആഴ്ച ആദ്യം പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഏകദേശം 10 ലക്ഷത്തോളം യുവാക്കൾ വിദ്യാഭ്യാസമോ ജോലിയോ പരിശീലനമോ ഇല്ലാത്തവരെന്നാണ്. ഗവൺമെന്റ് കൊണ്ടുവരാനിരിക്കുന്ന യൂത്ത് ഗ്യാരണ്ടി സ്കീം പ്രകാരം 18 മുതൽ 21 വയസ്സ് വരെയുള്ള യുവാക്കളെ പരിശീലിപ്പിക്കുക വഴി അവരെ ജോലിയിൽ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു. ഈ ഓഫറുകൾ സ്വീകരിക്കാത്തവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു കെൻഡലിന്റെ മറുപടി. യുവാക്കൾ ചെറുപ്പത്തിൽ ജോലിക്ക് പുറത്താണെങ്കിൽ അത് അവരുടെ ഭാവി ജോലി സാധ്യതകളെയും സമ്പാദ്യ സാധ്യതകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. UK-യിൽ അനാരോഗ്യം കാരണം ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ ജോലിക്ക് പോകുന്നില്ല. 5 വർഷത്തിനുള്ളിൽ ക്ഷേമ ബിൽ £3 ബില്യൺ കുറയ്ക്കുന്നതിനുള്ള മുൻ ടോറി ഭരണകൂടത്തിന്റെ കീഴിലുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുമെന്ന് ലേബർ സർക്കാർ അറിയിച്ചു. പുതിയ ലേബർ ഗവൺമെന്റിന്റെ പരിഷ്കാരങ്ങൾക്ക് ശേഷം പലർക്കും ബെനഫിറ്റുകൾ നഷ്ടമാകുമോ എന്നുള്ള ഭയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ലണ്ടൻ സിറ്റി, ബ്രിസ്റ്റോൾ, ബർമിംഗ്ഹാം എയർപോർട്ടുകൾ വിൽപ്പനയ്ക്ക്. പാൻഡമിക്കിന് ശേഷം വിമാനയാത്രയിലെ പുനരുജ്ജീവനത്തിനായി പണം സമ്പാദിക്കാൻ നോക്കുന്നതിനാൽ ബർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, ലണ്ടൻ സിറ്റി വിമാനത്താവളങ്ങൾ അവരുടെ കനേഡിയൻ പെൻഷൻ ഫണ്ട് ഉടമ വിൽപ്പനയ്ക്ക് വെച്ചതായി റിപ്പോർട്ട്. ഒന്റാറിയോ ടീച്ചേഴ്സ് പെൻഷൻ പ്ലാൻ UK എയർപോർട്ടുകളിലെ അതിന്റെ ഓഹരികൾ ന്യൂനപക്ഷ ഓഹരി ഉടമകൾക്ക് വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതായി പറയപ്പെടുന്നു. കോപ്പൻഹേഗൻ, ബ്രസൽസ് വിമാനത്താവളം ഉൾപ്പെടുന്ന പോർട്ട്ഫോളിയോയുടെ മൂല്യം £10 ബില്യൺ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഓരോ വിമാനത്താവളങ്ങളിലും 25% മുതൽ 70% വരെ ഓഹരികൾ കൈവശമുള്ള OTPP ചെറുകിട നിക്ഷേപകർ ഓഫർ നിരസിച്ചാൽ ഓസ്ട്രേലിയൻ നിക്ഷേപകനായ മക്കാരി ഉൾപ്പെടെയുള്ള ബിഡർമാരെ സമീപിക്കാൻ തുടങ്ങിയതായി സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജർമ്മനിയിൽ മലയാളി കുടുംബത്തിന്റെ വീട്ടിൽ കവർച്ച, 23 പൗണ്ട് സ്വർണം മോഷണം പോയി. ജർമ്മനിയിലെ കൊളോണിൽ താമസിക്കുന്ന 5 അംഗ മലയാളി കുടുംബത്തിലാണ് മോഷണം നടന്നത്.
വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും 5 മണിക്കും ഇടയിൽ ഫ്ളാറ്റിന്റെ പിൻഭാഗത്തെ മതിൽ ചാടിക്കടന്ന് ജനൽ തുറന്നാണ് കള്ളന്മാർ വീടിനുള്ളിൽ കയറിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 23 പവൻ സ്വർണം കള്ളന്മാർ കവർന്നു കൊണ്ടുപോയി. ഇപ്പോഴത്തെ വില കണക്കിയാൽ ഏകദേശം 18,000 യൂറോയോളം വരും. കുടുംബാംഗങ്ങളുടെ പാസ്പോർട്ടുകളും കള്ളന്മാർ എടുത്തിരുന്നെങ്കിലും പിന്നീട് അവിടെ തന്നെ ഉപേക്ഷിച്ചു. പുറത്തുപോയി വന്ന മലയാളി കുടുംബം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാകുന്നത്. കുടുംബം വിവരമറിയിച്ചതോടെ ജർമ്മൻ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഘടിതമായ മോഷണം നടത്തുന്ന സംഘങ്ങളെയാണ് പോലീസ് സംശയിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ കെയർ സ്റ്റാമറെ നേരിട്ട് അഭിനന്ദിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെയാണ് ഇരു പ്രധാനമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി UK-യിൽ 2 ഇന്ത്യൻ കോൺസുലേറ്റുകൾ കൂടി സ്ഥാപിക്കുവാൻ ധാരണയായി. നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ്, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലാണ് കോൺസുലേറ്റുകൾ സ്ഥാപിക്കുക. ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ നേരത്തെ തന്നെ പുനരാരംഭിക്കുവാൻ ഇരു പ്രധാനമന്ത്രിമാരും ധാരണയായി. ഇന്ത്യയിൽ നിന്നും അഭയം തേടുന്ന സാമ്പത്തിക കുറ്റവാളികളുടെ കാര്യത്തിലുള്ള UK-യുടെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. മൈഗ്രേഷൻ, മൊബിലിറ്റി വിസ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുരോഗതി കൈവരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചു. UK-യിൽ ഇന്ത്യക്കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം. കൊല്ലപ്പെട്ട 24-കാരിയായ ഹർഷിത ബ്രല്ലയുടെ സഹോദരിയാണ് പ്രതികരിച്ചത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഹർഷിതയെ ഭർത്താവ് പങ്കജ് ലാംബ നിരന്തരം ഉപദ്രവിച്ചെന്നാണ് പരാതി. ഹർഷിതയുടെ മൃതദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 145 കിലോമീറ്റർ അകലെ കാറിന്റെ ഡിക്കിയിലാണ് കണ്ടെത്തിയത്. പിന്നാലെ പങ്കജിനെ കാണാനില്ല. മാർച്ച് 22-നായിരുന്നു ഹർഷിതയും പങ്കജും തമ്മിലുള്ള വിവാഹം. വിവാഹ സമയത്ത് സ്വർണവും പണവും നൽകിയെങ്കിലും പങ്കജ് തൃപ്തനായിരുന്നില്ലെന്നും നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും സഹോദരി സോണിയ ബ്രല്ല പറഞ്ഞു. സ്ത്രീധനത്തിന്റെ പേരിൽ പങ്കജ് ഹർഷിതയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് പിതാവ് സാബിർ ബ്രല്ലയും പറഞ്ഞു. വഴക്ക് പതിവായതോടെ ഹർഷിത വേറെ താമസിക്കാനും ഗോഡൌണിൽ ജോലി ചെയ്യാനും തുടങ്ങി. അപ്പോഴും ഹർഷിതയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പങ്കജായിരുന്നു. എപ്പോഴെങ്കിലും എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയോടെ ഹർഷിത പങ്കജിന് പണം നൽകിക്കൊണ്ടിരുന്നുവെന്നും കുടുംബം പറഞ്ഞു. പിന്നീട് സ്വത്ത് വിറ്റ് പങ്കജിന്റെ കുടുംബത്തിന് പണം നൽകിയെന്ന് സഹോദരി പറഞ്ഞു. നവംബർ 10-നാണ് ഹർഷിതയുമായി അവസാനം സംസാരിച്ചതെന്ന് സഹോദരി പറഞ്ഞു. അത്താഴത്തിന് വരുന്ന പങ്കജിനായി ഭക്ഷണം തയ്യാറാക്കുകയാണെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ ഹർഷിതയെ ഫോണിൽ ലഭിച്ചില്ല. 2 ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ പോലീസിനെ ബന്ധപ്പെട്ടു. നോർത്താംപ്ടൺഷെയർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹർഷിത കൊല്ലപ്പെട്ടത് നവംബർ 10-ന് തന്നെയാണെന്ന് കണ്ടെത്തി. പങ്കജ് ഹർഷിതയെ കൊലപ്പെടുത്തി കാറിൽ മൃതദേഹം ഒളിപ്പിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഹർഷിതയെ കൊലപ്പെടുത്തിയ ശേഷം പങ്കജ് ഇന്ത്യയിൽ തിരിച്ചെത്തിയെന്നാണ് യുവതിയുടെ കുടുംബം പറയുന്നത്. ലണ്ടൻ പോലീസിനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പങ്കജിനും മാതാപിതാക്കൾക്കുമെതിരെ സ്ത്രീധന പീഡന പരാതി ദില്ലിയിലെ സ്റ്റേഷനും നൽകിയിട്ടുണ്ടെന്നും സഹോദരി പറഞ്ഞു. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.